ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഗേൾസ് ഓൺലി ട്രിപ്പ് എന്ന് പറയാം കേട്ടോ. അപ്പം ഞങ്ങൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തത് നൈറ്റ് 12 മണിക്കാണ്. അങ്ങനെ പുലർച്ചെ 6 മണിയെല്ലാം ആകുമ്പോഴേക്ക് ഞങ്ങൾ കൊല്ലത്തെത്തി കേട്ടോ, കോഴിക്കോട് നിന്ന് കൊല്ലത്തിലേക്ക്. അപ്പം ഞങ്ങൾ ഫസ്റ്റ് നേരെ പോയിട്ടുള്ളത് റിനി മിസ്സിൻ്റെ ഒരു ആൻറ്റീൻ്റെ വീട്ടിലേക്കായിരുന്നു. അവിടെയൊക്കെ പോയി അവിടുത്തെ വീടും കാര്യങ്ങളൊക്കെ കണ്ടു. ആൻറ്റി നല്ലൊരു ചായയൊക്കെ തന്ന് ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് പിന്നെ ഞങ്ങൾ നേരെ ഇറങ്ങിയിട്ട് നേരെ പോയിട്ടുണ്ടായിരുന്നത് റിനി മിസ്സിൻ്റെ വീട്ടിലേക്കാണ്. അപ്പം എല്ലാ കെട്ടും പാണ്ടങ്ങളുമായിട്ട് നമ്മൾ നടക്കുന്ന റിനി മിസ്സിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. നമ്മൾ ഈ കൊല്ലത്തേക്ക് പോകുന്നതേ നമ്മളെ കൂടിയിൽ അഞ്ജന മിസ്സിൻ്റെ വീട്ടിൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു. പ്ലസ് അതിൻ്റെ കൂടെ നമ്മളൊരു ട്രിപ്പും കൂടി ആക്കാമെന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ കൊല്ലത്തേക്ക് താർഭാടമായി പോകുന്നത്. അങ്ങനെ റിനി മിസ്സിൻ്റെ വീട്ടിലെത്തിയ സമയത്ത് ഇതായിരുന്നു നമ്മളെ രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. റൊട്ടി, മുട്ടക്കറി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മുട്ടക്കറി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് എത്തി ഫ്രഷൊക്കെ ആയിട്ട് നേരെ പോകുന്നത് സാമ്പ്രാണിക്കൊടിയിലേക്കാണ് കേട്ടോ. അപ്പോൾ കൊല്ലത്തുനിന്ന് ഫസ്റ്റ് ട്രിപ്പ് എന്ന് പറയുന്നത് സാമ്പ്രാണിക്കൊടിയാണ്. അപ്പം ഞങ്ങളിതാ എല്ലാവരും കൂടി അവിടത്തേക്ക് പോകാൻ വേണ്ടി പോകട്ടോ. അപ്പം വോട്ടിനാണ് പോകേണ്ടത്. അവർ വോട്ടിനൊരു സ്ഥലത്ത് ഇറക്കും. അവിടെ നമുക്ക് എത്ര ടൈം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം. അങ്ങനെ ടൈം ലിമിറ്റൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് അവിടെ നിന്ന് കുറേ റിട്ടേൺ വോട്ട് ഉണ്ടാവും. നമ്മൾ തിരിച്ചിങ്ങോട്ടേക്ക് വന്നാൽ മതി കേട്ടോ. ഇതുപോലൊരു സ്പേസ് ആണത്. വെള്ളത്തിൻ്റെ നടുവിലാണ് നമ്മളെ കൊണ്ടുപോയി ഇറക്കുന്നത്. അവിടെ കുറേ കണ്ടൽക്കാടും അങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ കേട്ടോ. കുറേ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഇൻസ്റ്റാഗ്രാം വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ബോട്ടിൽ ഇങ്ങനെ പോവട്ടോ ചെയ്യുന്നത്. അപ്പം ഇത് കുറച്ച് ദൂരെ പോകാനുള്ളൂ കേട്ടോ, വലിയ ദൂരമൊന്നും പോകാനില്ല, കുറച്ചൊരു ദൂരെ പോകാനുള്ളൂ. ആ ഒരു തുരുത്തിൻ്റെ അടുത്താട്ടോ നമ്മളെ കൊണ്ടുപോയി ഇറക്കുന്നത്. തുരുത്ത് എന്ന് പറയാൻ കഴിയില്ല, കാരണം തുരുത്ത് എന്ന് പറയുമ്പോൾ അത് അവിടെ വെള്ളമൊന്നും ഇല്ലാത്ത സ്ഥലമല്ലേ. പക്ഷേ ഇത് നല്ല വെള്ളമുള്ള സ്ഥലത്തേ കൂടിയാണ് നമ്മളിങ്ങനെ നടക്കുന്നത്. ചില സ്ഥലങ്ങളിൽ നല്ല നല്ല നമ്മളെ മുട്ടിനേക്കാളും കൂടുതൽ വെള്ളമുണ്ട്. ഏറ്റം കയറുന്നതിനനുസരിച്ച് വെള്ളം കയറി വരിക എന്നറിയില്ലേ. അപ്പോൾ ഇവിടെ ഇതുപോലെ നമുക്ക് മേടിച്ച് കഴിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട്. പിന്നെ തോണിയിൽ ഈ കാടിൻ്റെ നടുവിലൂടെ പോകാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ പൈസയൊക്കെ കൊടുത്ത് അതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഞങ്ങൾ കുറച്ച് സമയം ഇവിടെ നേരെ സ്പെൻഡൊക്കെ ചെയ്തിട്ട് തിരിച്ച് ബോട്ടിലേക്ക് അവിടെ കൊണ്ടാക്കി. പിന്നെ ഉച്ചയാകുമ്പോഴേക്ക് നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി റെസ്റ്റ് ചെയ്തു. വൈകുന്നേരം വർക്കല പോകാനുണ്ട്. അത് നെക്സ്റ്റ് വീഡിയോയിൽ.